എല്ലാവർക്കും നമസ്കാരം. ഐ ആം എം എ റഷീദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. പ്രശസ്ത സൈക്കോളജിസ്റ്റ് എറിക് ബേൺ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ 4 ജന്മങ്ങളുണ്ട് എന്നുള്ളതാണ്. 4 ബേർത്ത്സ്. ഒന്നാമത്തത് എംബ്രയോളജിക്കൽ ബേർത്ത്, അതായത് ഭ്രൂണജന്മം. ഗർഭകാലത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജീവൻ ലഭിക്കുന്നത് മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അമ്മയ്ക്ക് കിട്ടുന്ന പോഷകാഹാരവും മനസ്സമാധാനവും അമ്മയുടെ മറ്റ് രീതിയിലുള്ള മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും തിരിച്ചിങ്ങോട്ടുള്ള പെരുമാറ്റവും ഒക്കെ ആ മനസ്സമാധാനം ഇതിൽ വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് ഫിസിക്കൽ ബർത്താണ്. അതാണ് ഭൗതിക ജന്മം. അത് 10 മാസം തികഞ്ഞതിന് ശേഷം കുട്ടി പുറത്തേക്ക് വരുന്നത്. അവൻ ഈ ഭൗതിക ലോകത്ത് എത്തുന്നു. അവിടെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവൻ്റെ തൂക്കവും ആരോഗ്യവും പരിചരണവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ മൂന്നാമത്തത് സൈക്കോളജിക്കൽ ബർത്ത്, മനഃശാസ്ത്രപരമായ ജന്മം. കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് സഹായകരമായ സ്നേഹം, അംഗീകാരം, ശ്രദ്ധ, ആശയവിനിമയം ഇവയൊക്കെ പ്രധാനമാണ്. നമ്മുടെ മുതിർന്ന ആളുകൾ അവരുടെ കുട്ടിയോടുള്ള സമീപനം, കുട്ടിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലൊക്കെ ആ കുട്ടിയുടെ മനഃശാസ്ത്രപരമായ കുട്ടിയെ അംഗീകരിക്കുന്നത്, കുട്ടിക്ക് എപ്പോഴും സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതൊക്കെ ഇതിന് പ്രധാനമാണ്. നാലാമത്തെ ജന്മം സോഷ്യൽ ബർത്താണ്, അതായത് സാമൂഹിക ജന്മം. കുട്ടി കുറച്ചൊക്കെ ഒന്ന് വലുതായി മറ്റുള്ളവരുമായി ഇടപഴകാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കുട്ടിയുടെ മറ്റുള്ളവരെ കുറിച്ചും തന്നെ കുറിച്ചും അവൻ മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ ഉള്ള അവസരങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. കുട്ടി പുറത്തേക്ക് വരുമ്പോൾ സമപ്രായക്കാരും അതുപോലെ മുതിർന്നവരൊക്കെയുമായിട്ടുള്ള കണക്ഷൻസ് എങ്ങനെയായിരിക്കണം, അവരും താനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലാക്കുകയും അത് ആ കുട്ടിയുടെ ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇത് ആ കുട്ടി നല്ലൊരു പൗരനായിട്ട് ഭാവിയിൽ ആകുമെന്നുള്ളത് തീർച്ചയാണ്. രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച്.